നമസ്കാരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി MA ഹിസ്റ്ററി ക്ലാസ്സുകളിലേക്ക് പ്രിയ വിദ്യാർത്ഥികൾക്ക് സ്വാഗതം. കാസ്റ്റ് ആൻഡ് സോഷ്യൽ എക്സ്ക്ലൂഷൻ ഇൻ ഇന്ത്യ എന്ന പേപ്പറിലെ ഫസ്റ്റ് ബ്ലോക്കിലെ 3rd യൂണിറ്റ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. യൂണിറ്റിന്റെ പേര് കാസ്റ്റ് ഇൻ ഹയറാർക്കി എന്നതാണ്. നമുക്കറിയാം, ജാതി എന്ന് പറയുന്നത് ഒരു സാമൂഹിക ശ്രേണീകരണമാണ്. ഉയർന്ന ജാതി, കീഴ്ജാതി, ഇങ്ങനെയുള്ള ഒരു ശ്രേണീകരണം ഒരു സാമൂഹ്യ യാഥാർത്ഥ്യമാണ്. ജാതിയുടെ ഒരു സ്വഭാവമാണ് അത്. അപ്പൊ ഇവിടെ നമ്മൾ ഈ ഒരു യൂണിറ്റിന് ഡിസ്കസ് ചെയ്യുന്നത് ഈ ജാതീയമായിട്ടുള്ള ഹയറാർക്കി, ശ്രേണീകരണത്തെ കുറിച്ചാണ്. ഇപ്പൊ ഇന്ത്യൻ സമൂഹത്തില് ജാതി വ്യവസ്ഥ എന്ന് പറയുന്നത് സാമൂഹിക സമത്വത്തിന്റെയും അതുപോലെ അധികാര ബന്ധങ്ങളുടെയും ഒക്കെ പ്രധാനപ്പെട്ട ഒരു സ്ട്രക്ചറാണ്, അല്ലെങ്കിൽ ഒരു ഘടനയാണ് ജാതി എന്ന് പറയുന്നത്. അത് നമുക്ക് വളരെ വ്യക്തമായിട്ട് സാമൂഹികമായിട്ടുള്ള ഈ ഒരു ഹയറാർക്കി കാണാനായിട്ട് സാധിക്കും, ഈ ഒരു സ്ട്രാറ്റിഫിക്കേഷൻ കാണാനായിട്ട് സാധിക്കും. അപ്പൊ നമുക്ക് ജാതിയുമായി ബന്ധപ്പെട്ട് ലിംഗബന്ധങ്ങള്, അതുപോലെ തൊഴിൽ വിഭജനം, ഇനി ശുദ്ധി അശുദ്ധി എന്ന ആശയം, പ്യൂരിറ്റി ഇൻപ്യൂരിറ്റി, ഇങ്ങനെയുള്ള ആശയങ്ങള്, അതുപോലെ തന്നെ സോഷ്യൽ എക്സ്ക്ലൂഷൻ, സാമൂഹികമായിട്ടുള്ള ഒരു പുറത്താക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ജാതിയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് ലിംഗബന്ധങ്ങളും അതുപോലെ ബ്രാഹ്മണിക്കൽ പാട്രിയാർക്കിയും നമുക്ക് പരിശോധിക്കാം. ലിംഗബന്ധവും ജെൻഡർ റിലേഷൻ ആൻഡ് ബ്രാഹ്മണിക്കൽ പാട്രിയാർക്കി. ബ്രാഹ്മണിക്കൽ പാട്രിയാർക്കി എന്ന ഈ ഒരു ഐഡിയ സ്ത്രീകളെ നിയന്ത്രിക്കുന്ന ഒരു സോഷ്യൽ സ്ട്രക്ചറിനെ ആണ് സൂചിപ്പിക്കുന്നത്. സ്ത്രീകളെ നിയന്ത്രിക്കുന്ന സോഷ്യൽ സ്ട്രക്ചർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്ത്രീകളെ സമൂഹത്തില് ഒരു രണ്ടാം പദവി നൽകുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പുരുഷ മേധാവിത്വം ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഒരു സിസ്റ്റം, അതാണ് ഈ പറയുന്ന ബ്രാഹ്മണിക്കൽ പാട്രിയാർക്കി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ സ്ത്രീകളിലൂടെ അല്ല, ദായക്രമം കടന്നു പോകുന്നത് പുരുഷന്മാരിലൂടെ. പാട്രിയാർക്കൽ സിസ്റ്റം അല്ലെങ്കിൽ ലീനിയേജ്, ദായക്രമം നടന്നു പോകുന്നത് സ്ത്രീകളിലൂടെ അല്ലാതിരിക്കുന്നത് മൂലം തന്നെ സ്ത്രീകൾക്ക് സമൂഹത്തിലെ രണ്ടാം പദവി മാത്രം ലഭിക്കുന്ന ഒരു സിസ്റ്റം. അപ്പൊ ഇത് നമുക്ക് പല ജാതികളിലും പല രീതിയിൽ കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ ക്ഷത്രിയ വിഭാഗത്തിൽ പലയിടത്തും നമുക്ക് ദായക്രമം സ്ത്രീകളിലൂടെ നടന്നു പോകുന്ന മാട്രിലിനിയൻ സിസ്റ്റവും കാണാനായിട്ട് സാധിക്കും. എന്നാൽ ബ്രാഹ്മണിക്കൽ സിസ്റ്റത്തിൽ അത് എപ്പോഴും എന്താണ്, പാട്രിയാർക്കൽ സിസ്റ്റത്തിലൂടെയാണ് പോകുന്നത്. അപ്പൊ ഈ കുടുംബത്തിലും സമൂഹത്തിലും പുരുഷന്മാർക്കാണ് കൂടുതൽ ആധിപത്യം അല്ലെങ്കിൽ അധികാരം എന്നത്, സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കുറവാണ് എന്നതിന്റെ ഒക്കെ ഒരു ഭാഗമായിട്ടാണ് ഈ ഒരു ബ്രാഹ്മണിക്കൽ പാട്രിയാർക്കി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി സ്ത്രീകൾക്ക് ഈ ഇത്തരം ഒരു രണ്ടാം പൗരത്വം, അല്ലെങ്കിൽ ഒരു രണ്ടാം പൗരൻ, അല്ലെങ്കിൽ കുറഞ്ഞ സാമൂഹിക പദവി കൽപ്പിച്ച് നൽകുന്നത് അവരുടെ സ്വജാതി വിവാഹം, അതായത് എൻഡോഗമി, കാസ്റ്റ് എൻഡോഗമിയുമായി ബന്ധപ്പെടുത്തിയിട്ടാണ്. ജാതിയുടെ ശുദ്ധി നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് സ്വന്തം ജാതിക്കുള്ളിൽ നിന്ന് തന്നെ വിവാഹം കഴിക്കാൻ നിർബന്ധിതരായിക്കൊണ്ടിരിക്കുന്നു. ഇതിൽ നിന്ന് വ്യതിചലിക്കുന്നവരെ സാമൂഹികമായിട്ട് എക്സ്ക്ലൂഡ് ചെയ്യുന്ന, ഒഴിവാക്കുന്ന ഒരു രീതിയാണ് അന്ന് നിലവിലുണ്ടായിരുന്നത്. അപ്പൊ ഇത് സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെ കൃത്യമായിട്ട് നിയന്ത്രിച്ചു പോകാൻ ഈ ഒരു കാസ്റ്റ് എൻഡോഗമി കൊണ്ട് അത് സംഭവിച്ചു. സ്ത്രീകളുടെ നിയന്ത്രണം, അതുപോലെ വിവാഹം, അവരുടെ പാരമ്പര്യ സ്വത്തിനുള്ള അവകാശം, ഇതെല്ലാം തന്നെ അവരുടെ സാമൂഹിക നിയന്ത്രണം, സാമൂഹിക ജീവിതം, ഇതിനൊക്കെ തന്നെ ഈ ഒരു നിയന്ത്രണം ഉണ്ടായിരുന്നു. സ്ത്രീയുടെ ലൈംഗികതയും അതുപോലെ ജീവിതവും ഒക്കെ തന്നെ സമൂഹം നിയന്ത്രിച്ചു. ധർമ്മശാസ്ത്രങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്, മനുസ്മൃതിയൊക്കെ പോലെയുള്ള സ്മൃതികളെയും ഗ്രന്ഥങ്ങളെയും ഒക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് സ്ത്രീകളുടെ പദവി ഡിറ്റർമൈൻ ചെയ്തിരുന്നത്. അപ്പൊ ഇതില് ഈ മനുസ്മൃതിയിലൊക്കെ സ്ത്രീ സ്വാതന്ത്ര്യം അർഹതയും പോലെയുള്ള വാക്കുകളൊക്കെ ഉണ്ട്, അല്ലെ, വാക്യങ്ങളൊക്കെ. അപ്പൊ ഇത്തരം ശ്രുതികളെയൊക്കെ തന്നെ വളരെ പെർവേർട്ടഡ് ആയിട്ട്, അല്ലെങ്കിൽ വളരെ തെറ്റായ രീതിയിൽ ഇന്റർപ്രിറ്റ് ചെയ്യുകയും വ്യാഖ്യാനിക്കുകയും ഒക്കെ ചെയ്യുന്നതിലൂടെ സ്ത്രീകളുടെ പദവി വീണ്ടും ഡിറ്റീരിയറേഷൻ സംഭവിക്കുന്നത് നമുക്ക് ചരിത്രം പരിശോധിക്കുമ്പോൾ കാണാനായിട്ട് സാധിക്കും. ഇനി തൊഴിൽ ശ്രേണീകരണവും അതുപോലെ തന്നെ സാമൂഹിക വിഭജനവും, അതാണ് നമ്മൾ ഇനി പരിശോധിക്കുന്നത്. ഒക്കുപേഷണൽ ഹയറാർക്കി ആൻഡ് സോഷ്യൽ ഡിവിഷൻ, ഇതാണ് നമ്മൾ ഇനി പരിശോധിക്കുന്നത്. അപ്പൊ ജാതി വ്യവസ്ഥയില് തൊഴിൽ വിഭജനം എന്നത് വളരെ കൃത്യമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ജാതി ജന്മസിദ്ധമാണ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അതുപോലെ തന്നെയായിരുന്നു നമ്മുടെ ആദിമ അല്ലെങ്കിൽ ഒരു
ആധുനികത്തിന് തൊട്ട് മുൻപ് വരെയുള്ള കാലഘട്ടം വരെ തൊഴിലും അതുപോലെ തന്നെ ജന്മസിദ്ധമായിരുന്നു. ആശാരിയുടെ മകൻ ആശാരി, എഴുത്തച്ഛന്റെ മകൻ എഴുത്തച്ഛൻ, ഈ ഒരു രീതിയിൽ തന്നെയാണ് അന്ന് ഒരു തൊഴില് സ്വീകരിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നത്. ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള തൊഴിൽ സ്വീകരിക്കുന്നത് വലിയ പ്രശ്നമായിരുന്നു. നമുക്ക് ഈ ഒരു സാമൂഹിക വിഭജനത്തെ കുറിച്ചൊക്കെ തകഴിയുടെയൊക്കെ തോട്ടിയുടെ മകൻ എന്ന കൃതിയിലൊക്കെ നമുക്ക് വ്യക്തമായിട്ട് വായിക്കാനായിട്ട് സാധിക്കും. സോ ഇങ്ങനെയുള്ള ജാതിയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഈ തൊഴിൽ വിഭജനവും നമ്മുടെ ജാതിയുടെ പ്രധാനപ്പെട്ട ഒരു എലമെന്റ് ആണ്. അപ്പൊ നമുക്ക് ഓരോ ജാതിക്കും ഓരോ തൊഴിലുകൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ബ്രാഹ്മണരാണെങ്കിൽ അവരുടെ മതപരമായിട്ടുള്ള ചടങ്ങുകൾ, പൂജാതി കർമ്മങ്ങൾ നിർവഹിക്കുക, അതിന് തന്നെ വീണ്ടും ജാതിയായിട്ട് വരുന്നുണ്ട് അല്ലെ. ഇപ്പൊ ബ്രാഹ്മിൺസ് എന്ന ആ ഒരു വർണ്ണത്തിനകത്ത് ഒരുപാട് ജാതികൾ വരുന്നു. ഇപ്പൊ ഭട്ടതിരി, നമ്പൂതിരി എന്നൊക്കെ പറയുന്ന കേരളത്തിന്റെ കോണ്ടെക്സ്റ്റ് എടുത്താൽ അതിൽ ഭട്ടതിരിമാര് ചെയ്യുന്നത് എന്താണ്, അധ്യാപനമാണ് അല്ലെ, വേദം പഠിപ്പിക്കുക എന്നുള്ളതാണ്. എന്നാൽ നമ്പൂതിരിമാര് ചെയ്യുന്നത് എന്താ, പൂജാതി കർമ്മങ്ങള്, ക്ഷേത്രങ്ങളിൽ പൂജാതി കർമ്മങ്ങൾ. അപ്പൊ ഇതിനകത്ത് വീണ്ടും ഈ ജാതീയമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഭട്ടതിരിക്ക് നമ്പൂതിരി ചെയ്യുന്ന പ്രവൃത്തി ചെയ്യാൻ പറ്റില്ല, നമ്പൂതിരിക്ക് ഭട്ടതിരി ചെയ്യുന്ന പ്രവൃത്തി ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇതിങ്ങനെ കൃത്യമായിട്ടുള്ള ഒരു സാമൂഹിക വിഭജനത്തിന്റെ ഭാഗമായിട്ട് ഒരു തൊഴിൽ വിഭജനം കൂടി കൊണ്ടുവന്നു. അപ്പൊ ഇത് ഈ തൊഴിൽപരമായിട്ട് ഇങ്ങനെ ഒരു കൃത്യമായിട്ടുള്ള സ്ട്രാറ്റിഫിക്കേഷൻ നടന്നു. ഇതിൽ മുന്തിയത് താഴ്ന്നത് എന്നതും അതുപോലെ തന്നെ ക്രമേണ വന്നു ചേർന്നു. അപ്പൊ ജാതിയുടെ ഉള്ളിൽ ഓരോ വർണ്ണത്തിനകത്തും ഉയർന്നതും താഴ്ന്നതുമായിട്ടുള്ള അനേകം ജാതികൾ ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായി. ഇനി ക്ഷത്രിയർക്ക് യുദ്ധവും രാജ്യഭരണവുമായിരുന്നു അവരുടെ തൊഴിലെന്ന് പറയുന്നത്. വൈശ്യര് വ്യാപാരവും കൃഷിയും ഒക്കെയാണ് വൈശ്യര് ചെയ്യുന്ന പ്രവൃത്തികൾ. ശൂദ്രരാണെങ്കിൽ സേവന ജോലികളാണ് ശൂദ്രരുടെ പ്രധാനപ്പെട്ട തൊഴിലെന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഈ ഒരു വിഭജനത്തിന്റെ അടിസ്ഥാനമായിട്ട് തന്നെ ജാതീയമായിട്ടുള്ള പ്യൂരിറ്റി, ഇംപ്യൂരിറ്റി എന്ന ആശയങ്ങൾ, ശുദ്ധി അശുദ്ധി എന്ന ആശയങ്ങളും ഇതിന്റെ കൂടെ വന്നു. ചില കാസ്റ്റുകളെ, ചില ജാതിയിൽപ്പെട്ടവരെ മറ്റു ചില ജാതികൾ, അതായത് ഉയർന്ന ജാതിയിൽപ്പെട്ടവർക്ക് കീഴ്ജാതികളെ തൊട്ടുകൂടാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തൊട്ടാല് ഇംപ്യൂർ ആകും, അശുദ്ധിയാകും എന്നുള്ള ഒരു കോൺസെപ്റ്റ്. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു ജാതിയുടെ സോഷ്യൽ എലിമെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളും ജാതിയുടെ ഭാഗമായിട്ട് വളരെ സ്ഥിരമായിട്ട്, ക്രോണിക്കായിട്ട് എക്സിസ്റ്റ് ചെയ്തപ്പെട്ടിരുന്ന ഒരു കാര്യമായിരുന്നു. ഇനി നമുക്ക് ഈ ഇംപ്യൂരിറ്റിയും അതുപോലെ സോഷ്യൽ എക്സ്ക്ലൂഷനും തമ്മിലുള്ള ബന്ധമാണ് നമ്മൾ പരിശോധിക്കുന്നത്. അതായത് അൺടച്ചബിലിറ്റി, അസ്പൃശ്യത കേരളത്തിലും ഇന്ത്യയിലാകപ്പാടെയും അതുപോലെ കേരളത്തിലും ഒക്കെ നിലനിന്ന ഒരു സാമൂഹിക യാഥാർത്ഥ്യമായിരുന്നു അസ്പൃശ്യത, അൺടച്ചബിലിറ്റി എന്ന് പറയുന്നത്. ഈ അൺടച്ചബിലിറ്റി ഒരു സോഷ്യൽ എക്സ്ക്ലൂഷന്റെ ഒരു ടൂളായിരുന്നു എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ജാതി വ്യവസ്ഥയിൽ ഏറ്റവും ഒരു ക്രൂരമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു ഈ അൺടച്ചബിലിറ്റിയും അതുമായി ബന്ധപ്പെട്ട സോഷ്യൽ എക്സ്ക്ലൂഷനും. അപ്പൊ ഇതിന്റെ പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത് ചില ജാതികളെ അശുദ്ധ ജാതികളായിട്ട് കൽപ്പിക്കുകയും ആ അശുദ്ധ ജാതികൾക്ക് മറ്റു ജാതികളുമായിട്ട് മിങ്കിൾ ചെയ്യാനുള്ള അവസരങ്ങൾ ലഭിക്കാതിരിക്കുകയും ചെയ്യുന്നതായിരുന്നു ഈ ഒരു സാഹചര്യം. അവർക്ക് ക്ഷേത്രങ്ങളിലെ പ്രവേശനം ഉണ്ടായിരുന്നില്ല. പൊതു സ്നാനഘട്ടങ്ങള്, പൊതു കിണറുകള്, കുടിവെള്ളം ശേഖരിക്കാനുള്ള മറ്റു സ്രോതസ്സുകൾ, ഇതൊന്നും ഉപയോഗിക്കാനായിട്ട് എല്ലാ ജാതികളുമായിട്ട് കൂടിക്കലരാൻ അവരെ അനുവദിച്ചിരുന്നില്ല. അപ്പൊ ഇത് ഈ ഒരു ജാതീയമായിട്ടുള്ള ഉച്ചനീചത്വം വളരെ സ്പഷ്ടമായിട്ട് അത് നിലനിർത്തി തന്നെ പോന്നു. സ്കൂളുകളില് എല്ലാ ജാതിയിൽപ്പെട്ടവർക്ക് ഒന്നിച്ചിരുന്ന് പഠിക്കാൻ സാധിക്കില്ല. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇന്നും അതിന്റെ പല വേർഷൻസും ഇന്ത്യയിൽ നിലനിൽക്കുന്നു എന്നുള്ളത് വളരെ ഗൗരവപൂർവമായിട്ടുള്ള ഒരു വിഷയമാണ്. അപ്പൊ ഇതിന്റെ ഒരു റിസൾട്ട്, ഫലം എന്ന് പറയുന്നത് സാമൂഹികമായിട്ടുള്ള അവഗണന, അത് വിച്ച് ലീഡ്സ് ടു സോഷ്യൽ എക്സ്ക്ലൂഷൻ അല്ലെ, സാമൂഹികമായിട്ടുള്ള എക്സ്ക്ലൂഷനിലേക്ക് വഴിവെക്കുന്നതായിരുന്നു ഈ ഒരു അവഗണന എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള പിന്നോക്കാവസ്ഥ. കാരണം ഇങ്ങനെ സൊസൈറ്റിയിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്യപ്പെടുന്നത് കൊണ്ട് തന്നെ അവർക്ക് മെച്ചപ്പെട്ട സാമ്പത്തിക സ്ഥിതിയിലേക്ക് വളരാനൊന്നും സാധിക്കില്ല. ഉയർന്ന വിദ്യാഭ്യാസം നേടാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തൊഴിലിൽ നിന്ന് ഒരു മാറ്റം സാധ്യമല്ല. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം അതാണ്. കാരണം ഒരേ തൊഴിൽ ചെയ്യുന്നവരെന്നും അതേ തൊഴിൽ മാത്രമാണ് അവര്, മക്കളും അത് തന്നെ ചെയ്യേണ്ടതാണ്. അതിൽ നിന്നൊന്നും മാറി ചിന്തിക്കാനോ അല്ലെങ്കിൽ വേറെ തൊഴിൽ സ്വീകരിക്കാനോ സാധിക്കില്ല. ചില തൊഴില് വളരെ കുറഞ്ഞ പ്രതിഫലം ലഭിക്കുന്നതും സാമ്പത്തികമായിട്ട് അത്രയും ലാഭകരമല്ലാത്തതുമായിട്ടുള്ള തൊഴിലുകൾ ചെയ്യുന്നവർ എന്നും അതേ തൊഴിൽ സ്വീകരിക്കാൻ തന്നെ നിർബന്ധിതരായി. അപ്പൊ അവർക്ക് ഒരു സാമ്പത്തികമായിട്ടൊന്നും ഉയരാനൊന്നും സാധിക്കാത്ത സാഹചര്യങ്ങൾ. ചില തൊഴിലുകളാകട്ടെ വളരെ ഉയർന്ന സാമ്പത്തിക സ്രോതസ് പ്രദാനം ചെയ്യുന്ന അല്ലെങ്കിൽ ആസ്തി കൂടുതൽ ലഭിക്കുന്ന തൊഴിലുകളൊക്കെ ഉണ്ടാകും. അപ്പൊ ഇങ്ങനെ വരുമ്പോഴത്തേക്കും ആ തൊഴിലിൽ നിൽക്കുന്നവർക്ക്
കൂടുതൽ ഉയർന്ന സാമ്പത്തിക നിലയിലേക്ക് വളരാനും സാധിക്കും. അപ്പൊ തീർച്ചയായിട്ടും ഇത് ജാതീയമായിട്ട് നമുക്കറിയാം, താഴ്ന്ന ജാതികള് കമ്പാരിറ്റീവ്ലി ഒരു താഴ്ന്ന സാമ്പത്തിക നില തന്നെയാണ് താഴ്ന്ന ജാതികൾക്കുള്ളത്. അപ്പൊ അതിന്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ഇങ്ങനെ ഈ തൊഴിൽ സ്വീകരിക്കുന്നിടത്തും കൃത്യമായിട്ട് ഈ ഒരു വിവേചനം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കൺട്രോള് ഉണ്ടായിരുന്നു എന്നത് കൊണ്ട് തന്നെയായിരുന്നു. ഇനി നമുക്ക് ഈ സോഷ്യൽ എക്സ്ക്ലൂഷനും അത് ധർമ്മശാസ്ത്രങ്ങളുടെ പങ്കാണ് നമ്മൾ പരിശോധിക്കുന്നത്. ധർമ്മശാസ്ത്രം എന്ന് പറയുന്നത് ഹിന്ദു സൊസൈറ്റിയുടെ ഒരു സോഷ്യൽ സ്ട്രക്ചറിന്റെ അല്ലെങ്കിൽ അവരുടെ സാമൂഹ്യ നിയമങ്ങൾ നിർദ്ദേശിക്കുന്ന ഒന്നാണ് ധർമ്മശാസ്ത്രങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ ധർമ്മശാസ്ത്രങ്ങളിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് മനുസ്മൃതി തന്നെയാണ്. മനുസ്മൃതി, യാജ്ഞവൽക്യ സ്മൃതി, അതുപോലെ നാരദ സ്മൃതി, ഇതിന്റെ ഒക്കെ സ്വാധീനം നമ്മുടെ ഈ ജാതീയമായിട്ടുള്ള സെറ്റപ്പിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ അത് ജാതി വ്യവസ്ഥയെ വളരെ അത് മതവുമായിട്ട് വളരെ കണക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ മതപരമായിട്ടുള്ള ഒരു നിയമമായിട്ടാണ് ധർമ്മശാസ്ത്രങ്ങൾ ജാതി വ്യവസ്ഥയെ അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ ഓരോ ജാതിക്കും വ്യത്യസ്തമായിട്ടുള്ള കടമകളും അവകാശങ്ങളും ഉണ്ട്. താഴ്ന്ന ജാതികളുടെ സാമൂഹിക സ്ഥാനം എന്ന് പറയുന്നത് അത് നിയന്ത്രിക്കുകയും അതുപോലെ തന്നെ ഈ ധർമ്മശാസ്ത്രങ്ങൾ വഴി അത് സ്ഥിരപ്പെടുത്തുകയും ചെയ്തു. ഇനി കൂടാതെ മനുസ്മൃതി താഴ്ന്ന ജാതികൾക്ക് വളരെ കർശനമായിട്ടുള്ള ശിക്ഷകൾ നിർദ്ദേശിച്ചു. അപ്പൊ നമ്മൾ ഈ സത്യപരീക്ഷകളെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട് അല്ലെ. ഒരു വ്യക്തി കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന് തെളിയിക്കാൻ നടത്തുന്ന പരീക്ഷകളാണ് സത്യപരീക്ഷ എന്ന് പറയുന്നത്. ഈ സത്യപരീക്ഷകൾ വരെ ജാതിയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. ഈ ബ്രാഹ്മണർക്ക് തൂക്കുപരീക്ഷ എന്ന ഒരു സത്യപരീക്ഷയാണ് ഉണ്ടായിരുന്നത്. ഈ തൂക്കുപരീക്ഷ എന്ന് പറയുന്നത് വളരെ ലളിതമാണ്. എന്ന് വെച്ചാല് ഒരു വ്യക്തിയിൽ ആരോപിക്കപ്പെട്ട കുറ്റം ഒരു തുകലിൽ എഴുതിയിട്ട് ആ ആളുടെ ശരീരത്തിൽ എവിടെയെങ്കിലും ഒന്ന് ഒട്ടിച്ചു വെക്കുന്നു, കെട്ടിവെക്കുന്നു. എന്നിട്ട് ഈ ആളുടെ തൂക്കം, വെയിറ്റ് നോക്കുന്നു. ആ വെയിറ്റ് നോക്കിയത് കൃത്യമായി നോട്ട് ചെയ്യുന്നു. ആ നോട്ട് ചെയ്തതിന് ശേഷം ഈ കെട്ടിയിരിക്കുന്ന തുകൽ അഴിച്ചു മാറ്റിയിട്ട് വീണ്ടും തൂക്കം നോക്കുന്നു. അപ്പൊ കാര്യമായിട്ടുള്ള വർധനമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുന്നത്? അയാള് കുറ്റവിമുക്തനാണ് എന്ന് വെച്ചാൽ അയാൾ കുറ്റം ചെയ്തിട്ടില്ല എന്ന് തെളിയുന്നു. അപ്പൊ ഇത് ഒരു വളരെ ലളിതമായിട്ടുള്ള ഒരു പരിശോധനയാണ്, സത്യപരീക്ഷയാണ്. എന്നാൽ താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്ക് നടത്തുന്ന സത്യപരീക്ഷകൾ അതികഠിനമായിരുന്നു. എന്ന് വെച്ചാല് ഒന്ന്, തിളച്ച നെയ്യില് കൈ മുക്കിയിട്ട് പൊള്ളിയിട്ടില്ലെങ്കിൽ അയാള് കുറ്റം ചെയ്തിട്ടില്ല എന്നും, പൊള്ളിയാൽ അയാൾ കുറ്റം ചെയ്തു എന്നും നിശ്ചയിക്കപ്പെടും. തിളച്ച നെയ്യിൽ കൈ മുക്കിയോ പൊള്ളുക എന്നത് വളരെ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ഒന്നാണ്. അപ്പൊ ഇത് ഈ രീതിയിൽ എങ്ങനെ വന്നാലും പണിഷബിൾ ആയിട്ടുള്ള ഒരു ഒഫൻസ് അയാൾ ചെയ്തിട്ടുണ്ട് എന്ന് ചെയ്യും. എന്ന് പറഞ്ഞ പോലെ മറ്റൊരു സത്യപരീക്ഷയായിരുന്നു, ഒരു കുടത്തില് വിശന്ന പാമ്പിനെ നിക്ഷേപിച്ചിട്ട് അതിനകത്തേക്ക് കൈയിടാൻ നിർബന്ധിക്കുന്നു. കയ്യില് പാമ്പ് കൊത്തി കഴിഞ്ഞാൽ അയാള് തെറ്റ് ചെയ്തിട്ടുണ്ടെന്നും, പാമ്പ് കൊത്തിയിട്ടില്ലെങ്കിൽ അയാള് സത്യപരീക്ഷയിൽ വിജയിക്കുന്നത്, തെറ്റ് ചെയ്തിട്ടില്ല എന്നും നിശ്ചയിക്കപ്പെടും. അപ്പൊ നോക്കൂ, ബ്രാഹ്മണർക്കും ശൂദ്രർക്കും ഇടയില് സത്യപരീക്ഷകളില് വളരെ വലിയ ഒരു അന്തരമുണ്ട്. എന്ന് വെച്ചാല് ഈ ഉയർന്ന ജാതിക്കാർ എപ്പോഴും വളരെ പ്രിവിലേജ്ഡ് ആയിട്ട് തന്നെ ജീവിക്കാനും താഴ്ന്ന ജാതിക്കാർക്ക് എല്ലാ തരത്തിലുള്ള പ്രയാസങ്ങളും അനുഭവിക്കാനും ഇന്ത്യയിലെ ഒരു സിസ്റ്റം ആ രീതിയിലാണ് ഡെവലപ്പ് ചെയ്തിരുന്നത്. അപ്പൊ ഇതാണ് നമുക്ക് ഈ സോഷ്യൽ ഹയറാർക്കിയെ കുറിച്ച് പറയാനുള്ളത്. ഇത്രയാണ് നമുക്ക് ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു.